അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് സുജൂദിൽ കിടക്കുന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയുണ്ടല്ലോ, ആ ചെറിയ മകള് വാപ്പാടെ തലയിൽ നിന്ന് വലിച്ച് താഴേക്കിടാൻ സഹായിക്കുകയാ. അവസാനം ആ കുടൽമാല താഴേക്ക് വീണപ്പോ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. പടച്ചവനേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിന്റെ തലയിൽ കിടക്കുന്ന ദുർഗന്ധമടിച്ച് വീശുന്ന ആ കുടൽമാലയുടെ അംശങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റുകയാ. തന്റെ പിതാവിന്റെ തലയിൽ നിന്ന് ആ പുഴുത്തു നാറിക്കിടക്കുന്ന വല്ലാത്ത ദുർഗന്ധമടിക്കുന്ന കുടൽമാല അതെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണ്. ഏകദേശം 6 വയസ്സേ ഉള്ളൂ. തന്റെ വാപ്പാടെ തലയിൽ നിന്നത് മുഴുവനും ഇങ്ങനെ എടുത്തു കളഞ്ഞിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ചോദിക്കുന്നു, വാപ്പാ, ഇവരെന്തിനാ എന്റെ ഉപ്പാനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ആ സമയത്ത് വല്ലാത്ത പ്രയാസമാണല്ലോ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ, അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? ലാ കർബ അലയ്യ ബീകി ഫിൽ ആഖിറ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, ഇതൊക്കെ ഈ ദുനിയാവിലല്ലേ ഉള്ളൂ, വാപ്പായിക്ക് നാളെ ആഖിറത്തിൽ ഒരു പ്രയാസവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അതാ ഫാത്തിമ ബീബി ഇങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അതാ ശത്രുക്കളുടെ പീഡനം തുടങ്ങുകയാണ്. ഏറ്റവും വലിയ വേദന എന്തെന്നറിയുമോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ താത്തമാരായ 2 സഹോദരിമാര്, റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, ഇവർ 2 പേരുടെയും കല്യാണം കഴിഞ്ഞതാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനം തുടങ്ങിയപ്പോ ഭർത്താക്കന്മാര് തലാഖ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിട്ടുകൊടുക്കുകയാണ്. ഫാത്തിമ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? 2 സഹോദരിമാരും വിധവകളായിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന രംഗമാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രബോധനങ്ങളൊക്കെ തുടങ്ങി. ശത്രുക്കൾ വല്ലാത്ത പീഡനങ്ങളാണ്. സാനം എന്റെ പ്രിയപ്പെട്ടവരെ, പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെയും കുടുംബത്തെയും ഊരുവലക്കുകയാണ്.